നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഖനീഫയുടെ കുടുംബത്തിനായി വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നടന്റെ കുടുംബത്തിനായി നിർമ്മിച്ചത്. കൊച്ചിൻ ഖനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലമായി വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസിലയും മക്കളായ സഭയും മർവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഖനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഖനീഫാസ് എം ബി മനസ്സിൽ എന്ന പേരുള്ള വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്ന് കൊച്ചിൻ ഖനീഫയുടെ എക്കാലത്തെയും വലിയൊരു ആഗ്രഹമായിരുന്നു. 5 ബെഡ്റൂമും ഉൾപ്പെടെ മനോഹരമായ ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമെന്റുകളും അംഗീകാരങ്ങളും ഓർമ്മചിത്രങ്ങൾ എല്ലാമുണ്ട്. മക്കളായ സഭയും മർവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഖനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഭയ്ക്കും മർവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫസീല കഴിഞ്ഞ 16 വർഷങ്ങളായി ഖനീഫ കണ്ട സ്വപ്നങ്ങൾ ഓരോന്നായി നേടിയെടുക്കുകയാണ്. വീടിന്റെ പാലുകാച്ചി ദിവസം ആദ്യം തന്നെ എത്തിയത് നടൻ ദിലീപായിരുന്നു. ദിലീപിനെ കുറിച്ച് ഈ കുടുംബത്തിന് പറയാൻ ഏറെയാണ്. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ദിലീപേട്ടൻ പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് എന്നൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇന്നോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കണം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും. 1-2 മാസം 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് എന്നൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്ന് പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് അതിൽ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തില്ല ഫിറോസൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇനിയിപ്പോൾ അശോകട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ലൊരു ഇമോഷണൽ ആയിരുന്നു. ഈ ഒരു കുടുംബം അനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലെത്തി കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് അനീഫ് ഖാന്റെ ഭാര്യയും മക്കളും സുഖമാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫാ മർവ പെര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അനീഫ് ഖാന്റെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അനീഫ് ഖാന്റെ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ കുടുംബത്തിനായാലും എല്ലാം ഒരേപോലെ കണ്ടതാണ്. തീർച്ചയായിട്ടും അനീഫ് ഖാൻ വേറൊരു പറയാൻ ഞങ്ങൾ കാണുന്ന അനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷേ ഇത് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് അനീഫ് ഖാന്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിൻ്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെയും കൂടിയും പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അനീഫ് ഖാൻ.